അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ വാഖിഅ 20 ആയത്ത് വരെ ഓതി തജ്വീദ് നിയമങ്ങൾ മനസ്സിലാക്കി പഠിച്ചു. ഇൻഷാ അല്ലാഹ് നമുക്ക് 21ാമത്തെ ആയത്ത് മുതൽ ഒന്ന് ഓതി നോക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. വലഹ്മി ത്വയ്രിൻ മിമ്മാ യശ്തഹൂൻ. തജ്വീദ് നിയമം ഒന്ന് നോക്കാം കേട്ടോ. വലഹ്മി, വാവിനെ നമ്മൾ മുമ്പൊക്കെ പറഞ്ഞതാണ്. വാവിനെ ചുണ്ട് സർക്കിൾ ചെയ്തിട്ട് വട്ടത്തിലാക്കിയിട്ട് വേണം വ എന്നുച്ചരിക്കാൻ. ഓക്കെ, വ വലഹ്മി. വലഹ്മി, ഹന് സുക്കൂനുണ്ട്. ഹന് ഫുൾ സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. വലഹ് ലഹ്. ഓക്കെ, കാരണം കൽക്കലയുടെ ലെറ്റർ അല്ല, കൽക്കലയുടെ ലെറ്റേഴ്സിന് മാത്രമാണ് നമ്മൾ ഫുള്ള് സുക്കൂന് കൊടുക്കുക കേട്ടോ. വലഹ്മി ത്വയ്രിൻ, തോ നമ്മൾ പറഞ്ഞതാണ് തോ. ഈ തോ എന്നുള്ള അക്ഷരം ഉയർത്തി പറയേണ്ട ഒരു അക്ഷരമാണ് തോ. ഓക്കെ, ത്വയ്രിൻ മി, ത്വയ്രിൻ മി. തൻവീന് ശേഷം മീമു വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? മണിച്ചു കൂട്ടി ചേർത്ത് ഓതണം കേട്ടോ. ത്വയ്രിൻ മിമ്മാ, മിമ്മാ. മീമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്, അലിഫും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളവിടെ എന്ത് ചെയ്യണം? മണിക്കുകയും വേണം, രണ്ടനക്കം നീട്ടുകയും വേണം. മിമ്മാ യശ്തഹൂൻ. യഷ്, ഷീനിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. യഷ്, യശ്തഹൂൻ. മദ് ആരിലാണ്, നീട്ടി ഓതി നിർത്തുക കേട്ടോ. 22ാമത്തായ വഹൂറുൻ ഐൻ. വഹൂറുൻ ഐൻ. വഹു, ഹ ആണ് കേട്ടോ അത്. ഇവിടെ ഹു എന്നായി പോവരുത്. വഹു, ഹു. ഹനെ വാവ് മദ് കൊടുത്ത് രണ്ടനക്കം നീട്ടുക കേട്ടോ. വഹൂറുൻ. ഇവിടെ റുൻ, ഇവിടെ ലൊമ്മ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടോ? വേറൊരു ഷേപ്പിലാണ് അല്ലേ, രണ്ടും ഒട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ഇവിടെ നമ്മൾ റുൻ എന്ന് വ്യക്തമായിട്ട് ഓതിക്കൊടുക്കണം. നമ്മൾ പഠിച്ചതാണ് ഇൽഹാർ. ഇൽഹാർ എന്നൊരു നിയമം നമ്മൾ പഠിച്ചതാണ് അല്ലേ. തൻവീന് ശേഷം ഐന് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം? അവിടെ വ്യക്തമാക്കി, ക്ലിയറാക്കി, വ്യക്തമാക്കി ഓതണം. വഹൂറുൻ ഐൻ. റുൻ എന്നവിടെ ക്ലിയർ ആക്കി ഓതണം കേട്ടോ. ഇൽഹാർ നമ്മൾ പഠിച്ചതാണല്ലോ, ഇൽഹാർ എന്ന് പറഞ്ഞ നിയമം അല്ലേ. ഐൻ മദ് ആരിലാണ്, നന്നായിട്ട് ഓതി നീട്ടി ഓതി നിർത്തുക കേട്ടോ. 23ാമത്തായ കഅംസാലിൽ ലുഇൽ മക്നൂൻ. കഅംസാലി, ഇവിടെ കാഫിന് ഒരു ചെറിയ ചെരിവ് എപ്പോഴും വേണം കേട്ടോ. കഅംസാലി, സാൻ്റെ ഉള്ളിൽ ഒരു അലിഫ് മദ് ഉണ്ട്, സാധാരണ മദ്. രണ്ടനക്കം നീട്ടുക കേട്ടോ. കഅംസ, സ സ എന്ന് പറയുമ്പോൾ നമ്മൾ പഠിച്ചതാണ് അല്ലേ. സ സ പറയുമ്പോൾ നമ്മുടെ പല്ലിൻ്റെ ഇടയിലൂടെ കാറ്റ് പോകുന്ന രൂപത്തിലാവണം സ പറയേണ്ടത്. സ സ സ സ. ഓക്കെ, കഅംസാലിൽ ലുഇ. ലുഇ, ലാമിൻ്റെ മുകളിൽ ശബ്ദമുണ്ട്. എന്ത് ചെയ്യുക? ലാമിനെ ഒന്ന് കനപ്പിക്കുക. ലുഇ. നോക്കൂ, ഇവിടെ വാവിൻ്റെ മുകളിലാണ് ഹംസ വന്നിട്ടുള്ളത്. അപ്പോൾ ലുവ് എന്നൊന്നും ഓതരുത് കേട്ടോ. നമ്മൾ നോക്കേണ്ടത് ഹംസേനെ മാത്രമാണ് നോക്കേണ്ടത്. ഹംസ വാവിൻ്റെ മുകളിലും യാൻ്റെ മുകളിലും ഒക്കെ വരും. നമ്മൾ ഹംസേനെ നോക്കിയാൽ മതി കേട്ടോ. ഫോക്കസ് ചെയ്യുക ഹംസേനെ മാത്രം. അപ്പം ലുഇൽ. ഇവിടെ ഈ ആണ് കേട്ടോ. ലുഇൽ മക്നൂൻ. മക്നൂൻ, ഇവിടെ ഹാഫ് സുക്കൂന് കൊടുക്കുക കേട്ടോ. മക്നൂൻ. ഓക്കെ, അടുത്തതായിട്ട് 24ാമത്തായ ജസാഅൻ ബിമാ കാനൂ യഅമലൂൻ. ഇവിടെ നോക്കൂ, ജസാഅൻ. ഇവിടെ നോക്കൂ, ഒറ്റ പദത്തിൽ
മദ്ദിന് ശേഷം മദ്ദക്ഷരത്തിന് ശേഷം ഒറ്റ പദത്തിൽ ഹംസ വന്നു അല്ലേ. ഒറ്റ പദത്തിൽ മദ്ദക്ഷരത്തിന് ശേഷം ഹംസ വന്നാൽ ഇവിടെ വന്നിരിക്കുന്ന നിയമം ഏതാണ്? മദ് മുത്തസിൽ. ഇവിടെ 4-5 ഹറക്കത്ത് നീട്ടി ഓതണം കേട്ടോ. ഓക്കെ, മദ് മുത്തസിൽ വന്നാൽ 4-5 ഹറക്കത്ത് നീട്ടി ഓതുക കേട്ടോ. ജസാഅം ബിമാ. ഇവിടെ നോക്കൂ, ജസാഅൻ എന്ന് പറയില്ല. ഇവിടെ എന്തായി? അൻ എന്ന് പറയുമ്പോൾ ഉള്ള ആ നൂനിനെ അങ്ങ് മാറ്റിയിട്ട് മീം അവിടെ വന്നത് കാരണം അവിടെ ജസാഅം എന്ന് പറയണം. അൻ എന്ന് നമ്മൾ ഓതില്ല. അവിടെ മാറ്റിമറിച്ചു. അൻ എന്നുള്ളതിനെ എന്നാക്കി മാറ്റിമറിച്ചാൽ മാത്രം പോരാ, നമ്മൾ പഠിച്ചതാണ്. ഇതിനൊരു പേര് പറയും, ഇഖ്ലാബ് എന്നാണ്. ഒരക്ഷരത്തെ മറ്റൊരക്ഷരമാക്കി മാറ്റിമറിക്കുക, എന്നിട്ട് മണിച്ചോതുക. ഈ ഇഖ്ലാബിന് മീമിന് ശേഷം ബ ആണ് വരിക. അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. എങ്ങനെ ഓതുക അവിടെ? ജസാഅം ബിമാ. ഓക്കെ, ബിമാ ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കുക കേട്ടോ. ബിമാ കാനൂ യഅമലൂൻ. കാനൂ നോതരുത് കേട്ടോ. കാഫിന് ഞാൻ പറഞ്ഞല്ലോ ചെറിയൊരു ചെരിവ് വേണേ. കാനൂ ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കുക. വാവ് മദ്. കാനൂ ഇവിടെ അലിഫിൻ്റെ മുകളിലൊരു സുക്കൂന്. നമ്മൾ ഇതിന് ഒരു ഉച്ചാരണം കൊടുക്കേണ്ടതില്ല കേട്ടോ. ഇവിടെ കാനൂ യഅമലൂൻ. ഐനിൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. ഹാഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. കാരണം കൽക്കലയുടെ ലെറ്റർ അല്ല ഐൻ. യഅമലൂൻ. ഓക്കെ, 25-ാമത്തെ ആയത്തൊന്ന് ഓതി നോക്കാം. ലാ യസ്മഊന ഫീഹാ ലഗ്വൻ വലാ തഅസീമാ. തജ്വീദ് ഒന്ന് നോക്കാം കേട്ടോ. ലാമിൻ്റെ കൂടെ അലിഫ് മദ് വന്നിട്ടുണ്ട്. എവിടെയാ അലിഫ് മദ്? ഇതാണ് അലിഫ് മദ്. ലാ 2 അനക്കം നീട്ടുക കേട്ടോ. ലാ യസ്മഊന. യെസ്, സീൻ്റെ മുകളിൽ സുക്കൂനുണ്ട്. ഹഫ് സുക്കൂന് കൊടുക്കുക. യസ്മഊന. ഐന് പ്രത്യേകമായിട്ട് ശ്രദ്ധിച്ചോതുക കേട്ടോ. യസ്മഊന അവിടെ 2 അനക്കം നീട്ടി കൊടുക്കുക. യസ്മഊന ഫീഹ. ഇവിടെയൊക്കെ സാധാരണ നീട്ടുന്ന യാ മദ് വന്നിട്ടുണ്ട്. ഇവിടെ അലിഫ് മദ്ദും വന്നിട്ടുണ്ട്. ഫീഹ ലഗ്വൻ. ഐനാണ്. നമ്മൾ ഗാർഗിൾ ചെയ്യുമ്പോൾ വരുന്ന സൗണ്ട് ഓയിൻ. ഓക്കെ, ഹാഫ് സുക്കൂനെ അവിടെ കൊടുക്കാൻ പാടുള്ളൂ കേട്ടോ. തൻവീന് ശേഷം വാവ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യും? മണിച്ചു കൂട്ടിച്ചേർത്ത് ഓതണം കേട്ടോ. എങ്ങനെ ഓതും? ഓക്കെ, വല ഇവിടെ 2 അനക്കം നീട്ടി കൊടുക്കണം കേട്ടോ. വല തഅസീമ. ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. തഅസീമ എന്ന് ഓതരുത് കേട്ടോ. ഹഫ് സുക്കൂനെ കൊടുക്കാൻ പാടുള്ളൂ. തഅസീമ. ഓക്കെ, ഇവിടെ അലിഫ് വന്ന് നിർത്തിയത് കാരണം നമ്മൾ 2 അനക്കം നീട്ടി ഓതി നിർത്തണം കേട്ടോ. തഅസീമ. ഇവിടെ അതുപോലെ യാ മദ് വന്നിട്ടുണ്ട്. ഇവിടെ നീട്ടി കൊടുക്കുക. 2 അനക്കം നീട്ടി കൊടുക്കുക. ഓക്കെ, തഅസീമ. ഓക്കെ, ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.